ഫ്രണ്ട്സ്, എല്ലാവരും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കട്ട്ലേറ്റ് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി കട്ട്ലേറ്റ് റെസിപ്പിയുമായിട്ടാണ്. കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ വാഴച്ചുണ്ട് അഥവാ വാഴക്കൂമ്പും സോയാ ചങ്ക്സ് അഥവാ സോയാബോളും വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ടൈം ഒട്ടും കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായി നമുക്ക് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു 20 സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അത് ഉപ്പിട്ട് നന്നായി വേവിച്ചെടുത്തേക്കുന്നതാണ്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ചെറിയൊരു വാഴച്ചുണ്ട്, അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, റസ്ക് പൊടി 1 കപ്പ്, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 മുട്ട, 2 ഇതൾ കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്ക് കട്ട്ലേറ്റ് തയ്യാറാക്കാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം. ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയിട്ട് ഒന്നിളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെ നിറം ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് സവാളയുടെ നിറം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായി നമുക്ക് വാഴക്കൂമ്പ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അതിലേക്ക് നമ്മൾ ഇനി പൊടിച്ചെടുത്ത സോയാ ബോൾസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനുള്ള സമയമായി. ഇനി നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഈ കട്ട്ലേറ്റ് പരത്തിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഷേപ്പ് ചെയ്തെടുത്ത കട്ട്ലേറ്റ് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയെടുക്കാം. അതിനുശേഷം റസ്കിന്റെ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് 4-5 കട്ട്ലേറ്റ് ഒന്ന് റെഡിയാക്കാം. അതിനുശേഷം കട്ട്ലേറ്റ് വറുത്തെടുക്കാൻ വേണ്ടി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കാം. അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇടണം, അല്ലെങ്കിൽ കട്ട്ലേറ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. ഇനി ഈ കട്ടയെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നിങ്ങളെല്ലാവരും ഈ സ്വാദിഷ്ടമായ വെറൈറ്റി ആയിട്ടുള്ള ഈ കട്ട്ലേറ്റ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും അപാര ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.